നമസ്കാരം. പാലത്തായി പീഡന കേസ് എന്ന പേരിൽ ഒരു വ്യാജ കേസ് ചമച്ച് പത്മരാജൻ മാസ്റ്ററെ കുടുക്കിയ കഥ, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ചതിക്കുഴികളെക്കുറിച്ച് ശശികല ടീച്ചർ ഉൾപ്പെടെ പ്രേക്ഷകരോട് തത്വമയി ന്യൂസിലൂടെ പ്രതികരിച്ചിരുന്നു. അപ്പോൾ അത് സംബന്ധിച്ച് രസകരമായിട്ടുള്ള, എന്നാൽ രസകരമെന്ന് പറയുവാൻ പാടില്ല, സത്യത്തിൽ കൗതുകകരമായ എന്നാൽ ആശങ്ക ജനിപ്പിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടു. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ്. മനോജ് പൊയിലൂർ എന്നൊരു വ്യക്തിയാണ് ഈ കുറിപ്പ് ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്നത്. നേരെ ആ കുറിപ്പിലേക്ക് പോകാം. ഒരു കഥ ചൊല്ലട്ടുമാ, നമ്മുടെ വിക്രം വേദയിലെ പോലെയാണ് കുറിപ്പ് തുടങ്ങുന്നത്. ഒരു കഥ ചൊല്ലട്ടുമാ, നമ്പർ 5000 പൊയിലൂർ ബുള്ളറ്റ്. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ നാട്ടിലെ ഒരു ബൈക്ക് റാലിയിൽ പങ്കെടുക്കുവാൻ തൽക്കാലത്തേക്ക് ഒരു ബുള്ളറ്റ് സംഘടിപ്പിച്ചു. പരിപാടിക്ക് ശേഷം നല്ലൊരു ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. ആ ബുള്ളറ്റ് ഉടമസ്ഥന് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. ഇനിയാണ് കഥയുടെ ട്വിസ്റ്റ്. പാലത്തായി പീഡനം എന്ന പേരിൽ പത്മരാജൻ മാഷിനെതിരെ ആസൂത്രിതമായ തിരക്കഥ രചിക്കപ്പെടുന്നു. പാനൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി എത്തിയിട്ടും പോലീസിന് പോലും ഈ തിരക്കഥയിൽ സംശയമുണ്ടാകുന്നു. പ്രാഥമികാന്വേഷണത്തിൽ പെൺകുട്ടിയുടെ മൊഴിയിലെ പൊരുത്തക്കേടുകൾ മനസ്സിലാക്കിയ പോലീസ് പത്മരാജൻ മാഷിൻ്റെ അറസ്റ്റിലേക്ക് കടക്കാതെ കൂടുതൽ ശാസ്ത്രീയമായ അന്വേഷണത്തിൽ കേന്ദ്രീകരിക്കുന്നു. എന്നാൽ പ്രതിയായി ആരോപിക്കപ്പെട്ടയാൾ BJP പ്രാദേശിക നേതാവാണെന്ന കാരണത്താൽ ആസൂത്രിത പ്രക്ഷോഭങ്ങൾ മതപരമായി നടക്കുന്നു. മുസ്ലിം പെൺകുട്ടിയെ ഹിന്ദുത്വവാദി പീഡിപ്പിച്ചു എന്നൊരു അജണ്ട സൃഷ്ടിച്ചുകൊണ്ട് പെട്ടെന്നൊരു ദിവസം അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ വീട്ടിൽ നിന്നും പോലീസ് പത്മരാജൻ മാസ്റ്ററെ അറസ്റ്റ് ചെയ്യുന്നു. അന്നത്തെ ഇടതുപക്ഷ സർക്കാരും കോൺഗ്രസും ലീഗും സുഡാപ്പികളും സർവ്വ വർഗീയവാദികളും BJPക്കെതിരെ ഒരു ആയുധമായി ഈ കേസിനെ മാറ്റുന്നു. എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്നു. ആസൂത്രിതമായ തിരക്കഥയിൽ പത്മരാജൻ മാഷ് ജയിലിലായി എന്ന് മനസ്സിലാക്കിയ വർഗീയവാദികൾ അടുത്ത ഇരയെ തേടിയിറങ്ങി. അങ്ങനെയാണ് പെൺകുട്ടിയും ഉമ്മയും വീണ്ടും പുതിയൊരു തിരക്കഥയുമായി തലശ്ശേരി DYSP ഓഫീസിലേക്ക് എത്തുന്നത്. മറ്റൊരു പ്രതിയും കൂടി പെൺകുട്ടിയെ പീഡിപ്പിച്ചു. അയാളുടെ ബുള്ളറ്റ് നമ്പർ 5000 5000 ആണ്. പത്മരാജൻ മാസ്റ്ററെ സുഹൃത്തായ അധ്യാപകൻ പൊയിലൂരിലെ അയാളുടെ വീട്ടിൽ കൊണ്ടുപോയാണ് പീഡിപ്പിച്ചത്. പാനൂരിലെ ഒലീവ് ഹോട്ടലിൽ നിന്ന് ഭക്ഷണവും കഴിച്ച് പൊയിലൂരിലെ ഒരു ക്ഷേത്രത്തിൽ കൊണ്ടുപോയി പൂജാരിയുടെ അനുഗ്രഹം വാങ്ങി പത്മരാജൻ മാസ്റ്റർ സുഹൃത്തായ അധ്യാപകന് ഈ പെൺകുട്ടിയെ പങ്കുവച്ചു എന്നാണ് പുതിയ പരാതി. എത്ര കൃത്യമായിട്ടാണ് തിരക്കഥകൾ മെനയപ്പെടുന്നതെന്ന് ചിന്തിച്ചു നോക്കൂ. കേരള പോലീസിലും ആൺകുട്ടികളുണ്ട്. അവർ ഈ കേസ് ഇഴകീറി പരിശോധിച്ചു. ആധുനിക രീതിയിലുള്ള എല്ലാ അന്വേഷണങ്ങളും നടത്തി. നമ്പർ 5000 പൊയിലൂർ ബുള്ളറ്റ് എന്നൊരു തിരക്കഥ പച്ചക്കള്ളമാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ റഹീം സാർ എഴുതി വച്ചു. ചിന്തിക്കുക, അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ പേര് റഹീം എന്നാണ്, അല്ലാതെ രാമൻ എന്നല്ല. അതോടൊപ്പം പത്മരാജൻ മാസ്റ്റർ പീഡനം നടത്തിയിട്ടില്ല എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ടെത്തുകയും പോക്സോ വകുപ്പ് എടുത്തു കളഞ്ഞ് കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും ഒരേ നിഗമനത്തിലാണ് അന്വേഷണം അവസാനിപ്പിച്ചത്. അവിടെയും കാര്യങ്ങൾ അവസാനിച്ചില്ല. ഇടതുപക്ഷ സർക്കാർ രത്നകുമാർ എന്നൊരു DYSP വീണ്ടും അന്വേഷണം ഏൽപ്പിക്കുകയാണ്. അയാൾ മുസ്ലിം വർഗീയവാദികളുടെ തിരക്കഥ കോപ്പിയടിച്ച് പുതിയ കുറ്റപത്രം സമർപ്പിച്ചു. എന്നാൽ വിചാരണ കോടതിയിൽ നീതി കിട്ടുമെന്ന് പ്രതീക്ഷിച്ച പത്മരാജൻ മാസ്റ്ററുടെ വിധിയിൽ ഇരട്ടടി പോലെ ഒരു അട്ടിമറി നടക്കുകയാണ്. തൻ്റെ വാദങ്ങൾ മുഴുവനായി കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത ജഡ്ജി വിധി പറയാതെ മറ്റൊരു കോടതിയിലേക്ക് മാറ്റപ്പെടുകയും വിധി പറയാൻ മാത്രം പുതിയൊരു ജഡ്ജ് രംഗപ്രവേശനം ചെയ്യുകയും ചെയ്തു. അത് പത്മരാജൻ മാസ്റ്ററിന് കണ്ടു നിൽക്കേണ്ടി വന്നത് സഹായനായി. വക്കീലിന് പോലും അതിൽ നിന്നും എതിർപ്പ് പ്രകടിപ്പിക്കുവാനുള്ള അവസരങ്ങൾ കുറവാണ്, സാധ്യതകൾ വളരെ കുറവാണ്. കണ്ണുമടച്ച് ന്യായാധിപൻ പത്മരാജൻ മാസ്റ്റർ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി. ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. മരണം വരെ ജയിൽവാസമെന്ന് വിധി പറഞ്ഞു. ഇവിടെ കോടതിയുടെ വിധിയെ ചോദ്യം ചെയ്യേണ്ടത് മേൽക്കോടതികളിലാണ്. നീതി തേടി പത്മരാജൻ മാസ്റ്റർ ഹൈക്കോടതിയെ സമീപിച്ചു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി താൽക്കാലികമായി പത്മരാജൻ മാസ്റ്റർക്ക് നീതി നൽകിയിരിക്കുകയാണ്. ഇരട്ട ജീവപര്യന്തം ശിക്ഷ മരവിപ്പിച്ചു. കീഴ്ക്കോടതിയുടെ ശിക്ഷാവിധിയിൽ പ്രഥമ ദൃഷ്ടിയാൽ പൊരുത്തക്കേടുകൾ കണ്ടെത്തിയാണ് ജാമ്യം അനുവദിച്ചത്. കീഴ്ക്കോടതിയുടെ വിധിയിൽ മാത്രമല്ല, വിധിയിൽ പൊരുത്തക്കേടുകൾ കണ്ടെത്തുന്നതിൻ്റെ പ്രധാന കാരണമായി ഹൈക്കോടതി പറഞ്ഞത്, അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അത് ഈ കുറിപ്പിൽ കാര്യമായി പരാമർശിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവ കഥ പറയുന്നതായതുകൊണ്ട് ആയിരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇരയെന്ന് പറയുന്ന പെൺകുട്ടിയുടെ മൊഴികളിൽ ഉൾപ്പെടെ വലിയ പൊരുത്തക്കേടുകളുണ്ട്. പ്രഥമ ദൃഷ്ടിയായി ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായിട്ട് കെട്ടിച്ചമച്ച ഒരു കുറ്റമാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. അതിനെ തുടർന്നാണ് ശിക്ഷ മരവിപ്പിച്ചതും പത്മരാജൻ മാസ്റ്റർക്ക് ജാമ്യം അനുവദിച്ചതും. അത് പ്രത്യേകം ഓർക്കണം.
ഇനിയും നിയമപോരാട്ടം തുടരും. കീഴ്ക്കോടതി വിധി ബഹുമാനപ്പെട്ട ഹൈക്കോടതി സൂക്ഷ്മമായി പരിശോധിച്ച് പത്മരാജൻ മാസ്റ്റർക്ക് പൂർണ്ണമായും നീതി കൊടുക്കുമെന്നാണ് വിശ്വാസം. ഒരു കാര്യം കൂടി പറയാം. പീഡനാരോപണം വന്നപ്പോൾ പത്മരാജൻ മാസ്റ്റർക്ക് അനുകൂലമായി നിരന്തരമായി ഫേസ്ബുക്കിൽ എഴുതി എന്നതാണ് ഞാൻ ചെയ്ത കുറ്റം. പൗരത്വ ഭേദഗതി നിയമത്തിന് അനുകൂലമായി ഫേസ്ബുക്കിൽ എഴുതിയതാണ് പത്മരാജൻ മാഷിൻ്റെ കുറ്റം. ദേശീയവാദികൾ ക്രൂശിക്കപ്പെടുകയാണ്. രാജ്യവിരുദ്ധർ സംഘടിതരാണ്. ചിന്തിക്കുക, കരുത്തരാവുക. അങ്ങനെയാണ് മനോജ് പൊയ്ലൂർ ആ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ഇതിൽ കൂടുതൽ വിശദീകരണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അടിസ്ഥാനപരമായിട്ട് മുസ്ലിം വർഗീയവാദികൾ അവർക്കെതിരെ എന്നവർക്ക് തോന്നുന്ന, അതായത് അവർക്ക് ഈ രാജ്യത്ത് അവരുടെ ഒരു മേധാവിത്വം സ്ഥാപിക്കുവാനുള്ള ശ്രമങ്ങൾക്ക് ഏത് തരത്തിലുള്ള നിയമമോ വ്യക്തിയോ സംഘടനയോ തടസ്സമായാലും അവർക്കെല്ലാമെതിരെ അല്ലെങ്കിൽ അവയ്ക്കെല്ലാമെതിരെ ഇത്തരത്തിലുള്ള കുൽസിത പ്രവർത്തികളുമായി, നീച പ്രവർത്തികളുമായി അവരിറങ്ങുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് മനോജ് പൊയ്ലൂറിൻ്റെ വാക്കുകൾ ഞാനും ആവർത്തിക്കുന്നു. ചിന്തിക്കുക, കരുതിയിരിക്കുക. ഒന്ന്, അദ്ദേഹം പറയാതെ പറഞ്ഞൊരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർക്കുന്നു: സംഘടിക്കുക. കാരണം സംഘടിതമായൊരു ശക്തിക്ക്, ഒരു സംഘടിതമായൊരു വോട്ട് ബാങ്കിന് മാത്രമേ ഇവരെ നേരിടുവാൻ ജനാധിപത്യ വ്യവസ്ഥയിൽ സാധിക്കുകയുള്ളൂ. അതാണ് ഏറ്റവും ശക്തമായൊരായുധം. നമ്മുടെ വോട്ട് ബാങ്ക് നമ്മുടെ പൈതൃകത്തെ, നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ ദേശത്തെ സംരക്ഷിക്കുന്ന പാർട്ടിക്കായിരിക്കും വോട്ട് ചെയ്യുക, ഒന്നടങ്കം വോട്ട് ചെയ്യുക എന്നുള്ളൊരു ധാരണ അല്ലെങ്കിൽ എന്നുള്ളൊരു വിശ്വാസം രാഷ്ട്രീയ പാർട്ടികളിൽ ഉണ്ടായാൽ വി.ഡി. സതീശനല്ല, പിണറായി വിജയനല്ല, പഴയ AKG വരെ നമ്മുടെ കാൽച്ചുവട്ടിൽ വന്ന് കിടക്കും. ജനസേവകരാണവർ, ജനനായകന്മാരല്ല. അവർ സേവിക്കേണ്ടത് കേരളത്തിലെ, ഭാരതത്തിലെ ജനങ്ങളെയാണ്, ജിഹാദികളെ അല്ല. അതുകൊണ്ട് തന്നെ ചിന്തിക്കുക, കരുതിയിരിക്കുക, സംഘടിക്കുക, ശക്തരാവുക. കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞതുപോലെ സംഘടിച്ച് ശക്തരാവുകയല്ല, ഹൈന്ദവ സമൂഹം സംഘടിച്ച് ശക്തരാകുക. ഇതേ ഉപദേശം തന്നെ ക്രിസ്ത്യാനികൾക്കും ഇപ്പോഴത്തെ കേരള സാഹചര്യങ്ങളിൽ ബാധകമാണ് എന്നുള്ളത് സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. സന്തോഷമെന്ന് പറയുന്നത് തമാശയായിട്ട് പറഞ്ഞതാണെന്ന് കരുതണ്ട. കാരണം കുറച്ചു കാലം മുമ്പ് ജോസഫ് മാഷിൻ്റെ ഉൾപ്പെടെയുള്ള ജീവിതം വഴിയാധാരമാക്കിയത് ക്രിസ്ത്യൻ പാതിരിമാർ നടത്തുന്ന സ്കൂളും കോളേജും പള്ളികളും ഒക്കെ ചേർന്ന് തന്നെയാണ്. ജിഹാദികൾ അദ്ദേഹത്തിനെ ശാരീരികമായി മുറിവേൽപ്പിച്ച് വീഴ്ത്തി എന്നത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതം തകർത്തതിൽ പ്രധാന ഉത്തരവാദികൾ ക്രിസ്ത്യാനികൾ തന്നെ മതമേലധ്യക്ഷന്മാരായി കണ്ട് ആദരിക്കുന്ന വ്യക്തികൾ തന്നെയാണ്. അതുകൊണ്ട് ക്രിസ്ത്യൻ സമൂഹത്തിനും ഈ മുന്നറിയിപ്പുകൾ, മനോജ് പൊയ്ലൂറിൻ്റെ ഈ പോസ്റ്റിൽ പറഞ്ഞിട്ടുള്ള മുന്നറിയിപ്പുകൾ ബാധകമാണ്. ഇനിയുള്ള കാലത്ത് വീണ്ടും പറയുന്നു: ചിന്തിക്കുക, കരുതിയിരിക്കുക, സംഘടിക്കുക. അപ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ എത്തുവാനായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.